യുക്രൈൻ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ജർമ്മനിയും പോളണ്ടും ബ്രിട്ടനും ഫ്രാൻസും അടക്കം റഷ്യയുമായി ഒരു യുദ്ധത്തിന് സന്നാഹങ്ങൾ തയ്യാറാക്കുമ്പോൾ യുക്രൈനിൽ വലിയ രീതിയിലുള്ള ശക്തി യുക്രൈൻ്റെ കൈകൾക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം 40 റഷ്യൻ വിമാനങ്ങളെയാണ് യുക്രൈൻ തകർത്ത് തരിപ്പണമാക്കിയത്. ഇപ്പോഴിതാ അതിനുശേഷം വീണ്ടും വലിയ ഒരു ആക്രമണം യുക്രൈൻ റഷ്യയിൽ നടത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. റഷ്യയ്ക്ക് കനത്ത തിരിച്ചടിയാണ് യുക്രൈൻ വീണ്ടും നൽകിയിരിക്കുന്നത്. ഇസ്താൻബുളിൽ സമാധാന ചർച്ചകൾ ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ യുക്രൈൻ റഷ്യൻ സൈന്യത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഖേർസൺ സ്പോർജിയയിൽ വലിയ ഇരുട്ടടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. യുക്രൈൻ്റെ സമ്പൂർണ്ണ നാശത്തിന് തങ്ങൾ ആഹ്വാനം ചെയ്യുമെന്നും ഇപ്പോൾ പുടിൻ ട്രംപ് സെലൻസ്കി തമ്മിൽ ഒരു മുഖാമുഖ കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയില്ല എന്ന് റഷ്യ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ 40 ബോംബർ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തി യുക്രൈൻ പുതിന് കനത്ത തിരിച്ചടി നൽകിയ ശേഷം വീണ്ടും ഒരു വമ്പൻ ആക്രമണം നടത്തിയിരിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1100 കിലോഗ്രാം വെള്ളത്തിനടിയിലുള്ള സ്ഫോടന വസ്തുക്കൾ നിറച്ച ക്രിമിയ പാലം യുക്രൈൻ തകർത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. യുക്രൈനിയൻ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് പ്രാദേശിക സമയം പുലർച്ചെ 4:44 SBU 1100 കിലോഗ്രാം TNT സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ക്രിമിയൻ പാലം പൊട്ടിത്തെറിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് പാലത്തിന് ഗുരുതരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്തി. ഈ പ്രത്യേക പ്രവർത്തനത്തിന് മാസങ്ങളുടെ ജോലി വേണ്ടി വന്നതായി SBU പറഞ്ഞത്. ക്രിമിയൻ പാലത്തിൻ്റെ അടിത്തറ ദുർബലപ്പെടുത്താനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു ആക്രമണം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കെർച്ച് പാലം എന്നും അറിയപ്പെടുന്ന ക്രിമിയൻ പാലം റഷ്യയെയും ക്രിമിയയെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റെയിൽ ഗതാഗതത്തിൻ്റെ പാലമാണ്. 2014 റഷ്യ ക്രിമിയയെ പിടിച്ചടക്കിയതിനു ശേഷം നിർമ്മിച്ച ഈ പാലം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ്റെ ഒരു പ്രധാന പദ്ധതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പാലമാണ് യുക്രൈൻ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നെ റഷ്യയും ക്രിമിയയുമായിട്ടുള്ള ബന്ധം തന്നെ യുക്രൈൻ ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. എന്തായാലും യുക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഈ പാലം വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. ഈ പാലത്തിലൂടെ റഷ്യ നിരവധി തവണ യുക്രൈനിലേക്ക് വലിയ തോതിൽ ആയുധങ്ങളും സൈന്യവും എത്തിച്ചിട്ടുണ്ട്. 2022 ഒക്ടോബർ 8-നും 2023 ജൂലൈ 10-നും യുക്രൈൻ ഈ പാലം തകർക്കാൻ മുമ്പ് 2 തവണ ആക്രമിച്ചിരുന്നു. എന്നാൽ ഇത് ഭാഗികമായി മാത്രമേ വിജയിച്ചിരുന്നുള്ളൂ. ക്രിമിയൻ പാലത്തിന് നേരെയുള്ള ആക്രമണത്തോട് റഷ്യ ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ പാലത്തിലൂടെയുള്ള ഗതാഗതം നാളെ രാവിലെ 9 മണി വരെ അടച്ചിട്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇസ്താൻബുളിൽ യുക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാന ചർച്ചകൾ 1 മണിക്കൂർ മാത്രമാണ് നീണ്ടു നിന്നിരുന്നത്. ഈ സമാധാന ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും പരിക്കേറ്റ സൈനികരെ പരസ്പരം കൈമാറാനായി സമ്മതിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ യോഗത്തിൽ വെടിനിർത്തൽ സംബന്ധിച്ച ഒരു ധാരണയിലും എത്തിയിട്ടില്ല. ഈ കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾക്കുള്ളിലാണ് യുക്രൈൻ റഷ്യയ്ക്ക് നേരെ വമ്പൻ ഡ്രോൺ ആക്രമണവും നടത്തിയത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ പിടിച്ചെടുത്ത യുക്രൈൻ്റെ പ്രദേശങ്ങൾ റഷ്യ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യയെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളായ കെർസണിലും സ്പോർഷിയയിലും യുക്രൈൻ വൈദ്യുത നിലയങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതേസമയം റഷ്യ യുക്രൈനെതിരായിട്ടുള്ള ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് ചൊവ്വാഴ്ച സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. ഇസ്താൻബുൾ ചർച്ചകൾ മറ്റാരുടെയെങ്കിലും നിബന്ധനകൾക്ക് വിധേയമായി സമാധാന ചർച്ചകൾ നടത്തി യുദ്ധം നിർത്താനുള്ളതല്ല എന്നാണ് റഷ്യ ഇപ്പോൾ പറയുന്നത്. എന്തായാലും യുക്രൈൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. കാരണം യുക്രൈൻ്റെ പിറകിൽ ഇപ്പോൾ ജർമ്മനിയും ഫ്രാൻസും പോളണ്ടും UN അടക്കമുള്ള വൻ സന്നാഹങ്ങൾ അണിനിരന്നിരിക്കുകയാണ്. ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റഷ്യ ഇപ്പോഴും മിണ്ടാതിരിക്കുകയാണ്. ആണവായുധം തങ്ങൾ R-26 ഓർഷനിക് എന്ന് പറയുന്ന ആണവായുധം തയ്യാറാക്കി നിൽക്കുകയാണ് എന്ന് റഷ്യയിൽ നിന്ന് പല സൂചനകളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ UK അടക്കം ആക്രമിക്കാനുള്ള യുകെയിൽ 26 സ്ഥലങ്ങളിൽ ബോംബ് ചെയ്യാനുള്ള വമ്പൻ പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. റഷ്യയും യൂറോപ്പും നാറ്റോയും എല്ലാം ചേർന്ന് ഒരു വമ്പൻ യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് തന്നെയാണ് സൂചനകൾ എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നതും. അങ്ങനെ തന്നെയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.